ജോയ്സിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളൊരു നാട്ടുകാരാണെന്ന് പറയാമെങ്കിലും എൻ്റെ അമ്മ ജോയ്സിയെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലൊന്നും അങ്ങനെ പരിചയപ്പെട്ടൊക്കെ കാര്യമായിട്ട് അറിവൊന്നുമില്ല. ദുബായ് വന്നിട്ടാണ് കൂടുതൽ ജോയ്സിനെയും ജോയ്സിയുടെ കുടുംബമായിട്ടും ചേട്ടനെയൊക്കെ മക്കളെയൊക്കെ കൂടുതൽ പരിചയപ്പെടാനും ഞങ്ങൾക്കുള്ളൊരു കുടുംബം പോലെ ഒരു സെൽ ഗ്രൂപ്പ് പോലെയൊക്കെ ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് പറ്റിയത് ദുബായിൽ വന്നതിന് ജിസുത്തിൻ്റെ ഭാഗമായിട്ട് വന്നതിന് ശേഷമാണ്. നമ്മൾ ജോയ്സിയെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ശരീരം മുഴുവൻ എല്ലാ ഓർഗൻസിനും ക്യാൻസർ ബാധിച്ച് ക്യാൻസറായിട്ട് നിരന്തരം മല്ലിട്ടുകൊണ്ട് അത്ര പെയിൻഫുള്ളായ സിറ്റുവേഷനിലും ചിരിച്ചും സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ജോയ്സിയുടെ ഒരു മുഖം പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ജോയ്സിയുടെ തീക്ഷ്ണത ഇപ്പോൾ തുടങ്ങിയതല്ല, ഞങ്ങൾ കാണുന്ന കാലം മുതൽ തന്നെ, പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ ജോയ്സി ഈ ഒരു കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു തീപ്പന്തായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും അൾത്താര വണക്കത്തിന് യോഗ്യമായ രീതിയിൽ വളരണമെന്നാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം. എന്താ പറയുക, ഉജ്ജ്വലമായ വാക്കുകളൊക്കെ പറയില്ലേ, ഞങ്ങൾ അന്നൊന്നും ആത്മീയതയിൽ വെച്ച് നടക്കുന്ന കാലത്ത് ഞങ്ങളോടത്ത് ഇങ്ങനെ ഇത്ര ഉന്നതമായി ചിന്തിക്കാനും അത് വെറുതെ ഒരു പറച്ചിലല്ല, ജീവിതം കൊണ്ട് അത് കാണിച്ചു തന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജോയ്സി. ഞങ്ങളുടെ മുമ്പിൽ ഒരു വിശുദ്ധയെ പോലെ ജീവിച്ച് ഒരു വിശുദ്ധയായി തന്നെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഈ അവസ്ഥയിൽ പോലും ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകും, പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടും പലരും ടെസ്റ്റ് പോകുമ്പോഴും ഒരു ഡിപ്രഷനിൽ കടന്നു പോകുമ്പോഴൊക്കെ പലപ്പോഴും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആത്മീയമായിട്ടും മാനസികമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ജോയ്സിയിലേക്കാണ്. വീട്ടിൽ വന്ന് കണ്ടവരുടെയും പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വന്നവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെയോ വിഷമത്തിനേക്കാൾ അപ്പുറത്തോട്ട് എല്ലാവരുടെയും അവരുടെ മനസ്സിലും അവരുടെ സംസാരത്തിലും ഒക്കെ ഒരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ഭാവമായിരുന്നു.